പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. ഇന്ന് നമ്മൾ 10ാം ക്ലാസ് ഓറിയൻ്റൽ അറബിക് അതിൻ്റെ 1ാമത്തെ യൂണിറ്റ്, ഓറിയൻ്റൽ അറബിക് ടെക്സ്റ്റ് ബുക്കിൻ്റെ, അതായത് അറബിക് 2, അതിലെ 1ാമത്തെ യൂണിറ്റ് ദൗറാനുൻ ലാ യന്തഹി എന്ന പാഠഭാഗത്തിലെ ആദ്യത്തെ പാഠത്തിലെ ആക്ടിവിറ്റീസും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പം അതിൽ നമ്മുടെ പാഠഭാഗം അറിയാലേ. ദഹ്ഷത്തുൻ ലാ തുഫാരിഖ്. അവിടെ നമ്മുടെ ബസ്സാമിൻ്റെ കഥ. അവന് ഒരു ദിവസം വാഹനത്തിൽ പോയപ്പോൾ ആ വാഹനത്തിന് ഡ്രൈവറില്ല, ക്ലച്ചില്ല, ബ്രേക്ക് എന്താണ് ഗിയറില്ല, അങ്ങനെയുള്ളൊരു വണ്ടിയിൽ കയറി അവൻ പോയതിൻ്റെ കാര്യമൊക്കെയാണ് ആ പാഠഭാഗത്തിലുള്ളത് അല്ലേ. ഓക്കെ, അതിൽ നമുക്ക് എന്താണ് ചോദ്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, അതിൽ എത്രാമത്തെ പേജ്? 11ാമത്തെ പേജിൽ നുറാജിഉൻ നസ്സ വനഖ്താറുൽ ജുമുഅ ലിൽ മുഫറദാത്തിൽ ആത്തിയ. ഇവിടെയുള്ള താഴെയുള്ള വാക്കുകളുടെ എന്താണ് ജുമുഅ പ്ലൂരൽസ് കണ്ടുപിടിക്കണം നമ്മുടെ പാഠഭാഗം നോക്കിയിട്ട്. എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പം നമ്മൾ ഖരീബ് എന്ന് പറഞ്ഞാൽ അടുത്തുള്ള ആൾ അല്ലേ, ബന്ധു. അപ്പോൾ അതിൻ്റെ ജമ്മെന്താ? അഖ്രിബാ. ഇവിടെ ഉണ്ടല്ലോ, എവിടെ അഖ്രിബ? അൽ അഖ്രിബ, കണ്ടോ ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ അടുത്ത വാക്ക് മുസ്തനദ്. മുസ്തനദ് എന്താ? ഡോക്യുമെന്റ്. അപ്പോൾ ഡോക്യുമെന്റ് മുസ്തനദാത്ത്, ഡോക്യുമെന്റ്സ്. അടുത്തത് ഖുസൂസിയ, പ്രത്യേകതകൾ. അതിന് ജമ്മെന്താണ്? ഖുസൂസിയാത്ത്. ഖുസൂസിയാത്ത് എന്ന വാക്ക് എവിടെ? ഇവിടെ എവിടെയോ ഉണ്ട് അല്ലേ, ഇതായിരിക്കുന്നു അല്ലേ, ഖുസൂസിയാത്ത്. അടുത്തത് അമ്രുൻ ജമ്മ് ഉമൂർ എന്നാണ്. ഉമൂർ എന്നെവിടെ? ഉമൂർ എന്നുള്ള വാക്ക് അടുത്ത് എവിടെയുണ്ട്. അൽ അമ്ർ ഉമൂർ, ഇതേക്കണോ? ഉമൂർ, കണ്ടോ? ഉമൂറുൻ. പിന്നെ അടുത്തത് മസാറും ജമ്മ് അതിൻ്റെ റോഡ് എന്നാണ്, അല്ലെങ്കിൽ പാത്ത്. മസാറാത്ത്, ഇവിടെ ഉണ്ട് മസാറാത്ത്. ഓക്കെ, അടുത്തത് സയ്യാറത്തിൻ്റെ ജമ്മെന്താ? സയ്യാറാത്ത് എന്ന വാക്ക് എവിടെയുണ്ട്? ഫസ്റ്റിലുണ്ട്, സയ്യാറാത്തുൽ ഉജറ. കണ്ടോ, സയ്യാറാത്ത് എന്നാണ് മാത്രം എഴുതിയാൽ മതി, കാറുകൾ. അടുത്തത് ഫർമല എന്ന് പറഞ്ഞാൽ ഗിയർ അല്ലേ, ഗിയർ. അതിൻ്റെ ജമ്മെന്താണ്? ഫറാമിൽ. ഇതെവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ മക്കാൻ ജമ്മ് അംകിനത്ത് എന്ന വാക്ക് എവിടെ? അംകിനത്ത് എന്ന വാക്ക് ഇവിടെ എവിടെയുണ്ട് നോക്കാം നമുക്ക്. അംകിന ഇതായിരിക്കുന്നു, അൽ അംകിന, ഉണ്ടോ? സ്ഥലങ്ങൾ എന്നർത്ഥം. ഇനി അടുത്തത് നഖ്റൗ നസവ നഖ്താറുൽ അദ്ദാദ്. ഈ താഴെയുള്ള വാക്കുകളുടെ അദ്ദാദ് എന്താണ്? അദ്ദാദ് എന്ന് വെച്ചാൽ ഓപ്പോസിറ്റുകൾ കണ്ടുപിടിക്കാനാണ്. തഅബുൻ, ക്ഷീണത്തിൻ്റെ ഓപ്പോസിറ്റ് കംഫർട്ട് എന്നാണ് അല്ലേ. അപ്പം അതിന് റാഹത്ത് എന്നാണ് പറയുക. റാഹ എവിടെ ഇരിക്കണം? റാഹ ഇവിടെ എവിടെയുണ്ട്? റാഹ ഇതായിരിക്കണു, റാഹ. ഓക്കെ, അടുത്തത് ഹുസ്നുൻ, ദുഃഖം. അതിനെന്താണ്? ഫർഹ്, സന്തോഷം അല്ലേ. ഹുസ്നു ദുഃഖം, ഫർഹ് സന്തോഷം. സുറൂർ എന്നാണ് കേട്ടോ, സന്തോഷം. സുറൂർ എന്ന് കൊടുക്കാം. പിന്നെ നസല ഇറങ്ങി, കയറി എന്നുള്ളതിനോ? റക്കിബ കേട്ടോ, റക്കിബ എന്ന വാക്ക് ഇവിടെ എവിടെയുണ്ട്? റക്കിബ, കണ്ടതായിരിക്കണം, റക്കിബ. ഓക്കെ, അടുത്തത് ഇബ്തഅദ അൻ. നസല ഇറങ്ങി, റക്കിബ കയറി. ഇബ്തഅദ അൻ അകന്നുപോയി. അപ്പൊ അടുത്തു എന്നുള്ളതിന് ഇഖ്തറബ മിൻ എന്താണ്? ഇഖ്തറബ മിൻ എന്നാണ്. അതിവിടെ എവിടെയുണ്ട്? ഇഖ്തറബ മിൻ, ഇല്ലെങ്കിൽ ദനാമിൻ എന്നും പറയാം കേട്ടോ, അടുത്തു എന്നുള്ളതിന്. ഓക്കെ, അടുത്തത് മസാ, വൈകിട്ട്.
അപ്പോൾ സ്വബാഹ് രാവിലെ. അടുത്ത നഖ്താറുൽ മുറാദിഫാത്തിലിൽ കലിമാത്തിലാത്തിയ താഴെയുള്ളതിൽ എന്താണ് അതിൻ്റെ സമാന സെയിം പദം. കറുബ അടുത്തു, അതേ അർത്ഥമുള്ളത് ഞാൻ ഇപ്പോൾ പറഞ്ഞത് തന്നെ. ധന അടുത്തു കേട്ടോ, ധന. അടുത്തത് സിയാക്ക ഡ്രൈവിങ്, അതിനെന്താ ഖിയാദ, ഖിയാദ ഡ്രൈവിങ്, ഒരേ അർത്ഥമാണ്. റാഹിൽ യാത്രക്കാരൻ, അതേ അർത്ഥമുള്ളത് മുസാഫിർ, മുസാഫിർ കണ്ടോ, മുസാഫിർ. ഇനി അടുത്തത് യസൂഖു യഖൂദു, യസൂഖു യഖൂദു കേട്ടോ, യഖൂദു യഖൂദു ഡ്രൈവ് ചെയ്യുന്നു എന്നർത്ഥം. ഇനി ഫി ത്വരീഖ് ലഖിയ ബസ്സാം സ്വദീഖഹു, വഴിയിൽ വെച്ചിട്ട് ബസ്സാം എൻ്റെ കൂട്ടുകാരനെ കണ്ടു. ഫജറ ബൈനഹുമാ ഹിവാർ, അവർ തമ്മിൽ എന്ത് സംസാരിച്ചിട്ടുണ്ടാവും. കാറിൽ കയറി ഇറങ്ങി വന്നപ്പോൾ വഴിയിൽ ഹിവാർ, അപ്പോൾ കാറിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചായിരിക്കും ചോദിക്കുക അല്ലേ. ഞാനിന്നൊരു ഭയങ്കര അത്ഭുതപ്പെട്ടു, എനിക്ക് ഭയങ്കര അത്ഭുതം ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു മാതൃക നമുക്കൊന്ന് നോക്കാം. ഇതുണ്ടോ, മാജിദ്, കൂട്ടുകാരൻ്റെ പേര് നമുക്ക് മാജിദ് എന്ന് വെക്കാം. യാ ബസ്സാം അറാക്ക മുദ്ഹഷൻ, നീ എന്തെങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുന്നത്. ബസ്സാം പറയുന്നു നാം യാ ഹബീബി അൽ യൗമ തഅറഫ്തു അലാ ഷൈഇൻ ഗരീബ്, നിങ്ങൾക്ക് വളരെ വിചിത്രമായ ഒരു കാര്യം എനിക്ക് പരിചയപ്പെട്ടു. മാജിദ് മാഹുവ, എന്താണത്. ബസ്സാം സയ്യാറത്തുൻ തഖൂദ് ബിനഫ്സിഹ, സ്വയം ഓടിക്കുന്ന കാറ്. ബിദൂനി സവാഖ്, ഡ്രൈവർ ഇല്ലാതെയോ. ബി ലബത്ത്, അതേനേ. റക്കിബ്തു വ തജബൽത്ത്, ഞാൻ അതിൽ കയറി ചുറ്റിക്കറങ്ങി. മുംകിൻ റക്കിബ്ത സയ്യാറത്ത ലുഅബത്ത, റോബോട്ട്. നീ ചിലപ്പോ സയ്യാറത്ത് ലുഅബ ഗെയിം റോബോട്ട് അതിൽ കയറിയതായിരിക്കുന്നു. അപ്പൊ ലാ യാ സദിക്കിയെ, സത്യം. ഹക്കൻ ഇന്നഹ സയ്യാറത്തും ദാത്തിയത്തുൽ ഖിയാദ, അത് കാറ് സ്വയം ഓടിക്കുന്ന, സ്വയം ഡ്രൈവ് ചെയ്യുന്ന കാറാണ്. അപ്പൊ ഹല്ലഹ അജലത്തുൽ ഖിയാദ, അതിന് സ്റ്റിയറിംഗ് വീൽ ഉണ്ടോ. ലാ യാ സദിക്കി, ഇല്ല. ഫൽ ഫർമല, ഗിയർ ഉണ്ടോ. ലാ തൂജദ്, ഇല്ല. ഹാദിഹി തഖ്തലിഫു തമാമൻ, ഇത് മൊത്തം എന്താണ്, വ്യതിരിക്തമാണല്ലോ, അല്ലെങ്കിൽ വെറൈറ്റി ആണല്ലോ. ലഹ ഖുസൂസിയാത്ത് നുഖ്റ, അതിന് വേറെയും പ്രത്യേകതയുണ്ട്. മാഹിയ, എന്താണത്. ഇന്നഹ സക്കിയ, അത് സ്മാർട്ടാണ്. സക്കിയ, സ്മാർട്ടോ. കൈഫ യാ സ്വദീഖി, അതെങ്ങനെയാണ്. തഖിഫു ഇന്ദൽ ഇഷാറത്തിൽ ഹംറ, റെഡ് സിഗ്നലിൻ്റെ അവിടെ നിൽക്കും. വ തജ്രി ഇന്ദൽ ഖളറ, പച്ചയാകുമ്പോൾ നീങ്ങും. അജീബ് വല്ലാഹ്, ഓ ഭയങ്കര അത്ഭുതം. സനന്തഷിറു കരീബൻ മിൻ ഫി ഷവാരീന, സതന്തഷിറു, അത് നമ്മുടെ റൂട്ടുകളിൽ അധിക താമസിയാതെ വ്യാപകമാവും. അക്കീദ്, എക്സാക്ട്ലി, തീർച്ചയായും. അനഷ്താഖു ഇലൈഹി, എനിക്കും കാണാൻ ആഗ്രഹമുണ്ട് എന്ന് പറയും. ഇതൊരു മാതൃക ഹിവാറായിട്ട് മനസ്സിലാക്കും. ഓക്കെ, ഇതുപോലെയോ ഇതിലും ഭംഗിയായിട്ടോ മക്കൾ തയ്യാറാക്കണം. ഓക്കെ, അടുത്തത് നഖറു നസ്സ വനുജീബ് അനിൽ അസ്ഇല, താഴെയുള്ള നസ് വായിച്ചിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക. ഷഅറ ബസ്സാം ബിൽ ഖറാബ, ബസ്സാബിന് ഒരു എന്താണ് വിചിത്രമായി തോന്നി. എന്ത് കാരണത്താലാണ്. ഫസ്റ്റ് ഭാഗം പറഞ്ഞല്ലേ. ഷഅറ ബിൽ ഖറാബ് വദ്ദഹഷ്, എന്താണ് കാരണം. ലം യറ അജലത, ലം യറ ബസ്സാം എന്ന് എഴുതുക. ലം യറ ബസ്സാം അജലത്തെ ഖിയാദത്തിൻ ഔ ദവാസത്ത ഫറാമിലിൻ ഫി സയ്യാറ, ഹാദിഹി തഖ്തലിഫു തമാമൻ. ഫശഅറ ബിൽ ഖറാബ വദ്ദഹഷ, ഇത്രയും എഴുതാം കേട്ടോ. ഓക്കെ, അടുത്തത് ലിമ ലാ തൂജിദ് അജലത്തുൽ ഖിയാദ വ ദവാസത്തുൽ ഫറാമിലി സയ്യാർ, എന്തുകൊണ്ടാണ് കാറിന് ഗിയർ ചേഞ്ചിങ്ങിന് ലിവറും അതുപോലെ സ്റ്റിയറിംഗ് വീലൊന്നും ഇല്ലാത്ത എന്തുകൊണ്ടാണ്. ഹാദിഹി സയ്യാറത്തുൻ ദക്കിയ, അല്ലേ. സയ്യാറത്തുൻ നേരത്തെ പറഞ്ഞില്ലേ. ഹാദിഹി സയ്യാറത്തുൻ ദാത്തിയത്തുൽ ഖിയാദ, സ്വയം ഓടിക്കുന്ന എന്നാണ്, കാറാണ്. അതുകൊണ്ട് അതിനതൊന്നുമില്ല. മാതാ ലാഹള ബസ്സാം, ബസ്സാം എന്താ ശ്രദ്ധിച്ചത്. ലാഹള ബസ്സാം, ലാഹള ബസ്സാം വാഹിദൻ ഫിൽ ഖൈലൂല വൽ ആഖർ ഫിൽ ഖിറാഅ ദൂന അയ്യി ഖലകിൻ കുല്ലും യശഉറു ബിഖദറിൻ മിനർ റാഹ, അതാണ് അവൻ ശ്രദ്ധിച്ചത്, അല്ലേ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നതഅറഫ് അല തറാക്കീബ്, കുറച്ച് വാചക ഘടനകളും സെന്റൻസിൽ കൊണ്ടുവരാം.
എന്താ ഇഖ്തറബ മിൻ അടുത്തു എന്നാണ് അല്ലേ. അത് സെന്റൻസിൽ കൊണ്ടുവരുമ്പോൾ ഏതിനോടാണോ അടുത്തത് അതിൻ്റെ മുമ്പിൽ മിൻ വരണം. ഉദാഹരണം പറഞ്ഞാൽ ഇഖ്തറബ ബസ്സാം, ബസ്സാം അടുത്തു, മിന സയ്യാറ കാറിനോട്, കാറിൻ്റെ അടുത്തേക്ക് വന്നു. ഇതെന്താണ്? ഇതിൽ ഇഖ്തറബ മിൻ ഇതൊരു മുദക്കറായ ആളിൻ്റെ കൂടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബസ്സാം ഒരു ബോയ് അല്ലേ. എന്നാൽ ഉമ്മ ആയപ്പോഴോ ഇഖ്തറബത്തിൽ ഉമ്മു മിനത്തിഫിലിനായി. ഇതുപോലെ കുറേ സെന്റൻസുകൾ എഴുതണം. അപ്പൊ ഇഖ്തറബ ഡാഷ്, ആരുടെയെങ്കിലും പേര് കൊടുക്കുക, മിൻ ഡാഷ് അങ്ങനെ കൊടുക്കാം. എഴുതാൻ പറ്റുമോ? എങ്ങനെ എഴുതാം നമുക്ക്? ഇവിടെ കുറച്ച് ഉദാഹരണങ്ങൾ ഉണ്ട്, നോക്കാം. ഇതാ ഇഖ്തറബ ബസ്സാം മിനസ് ഇഖ്തറബത്തിൽ ഉമ്മു മിനത്തിഫിൽ ഇഖ്തറബത്തി ത്വാലിബ് മിനസ് സബൂറ, ബോർഡിന്റെ അടുത്തേക്ക് പോയി. ഇഖ്തറബൽ കിത്തു മിനത്വാം, കിത്തു ഭക്ഷണത്തിന്റെ അടുത്തേക്ക് പോയി. ഇഖ്തറബത്തിൽ ബിന്തു മിനൽ മദ്രസ, സ്കൂളിന്റെ അടുത്തേക്ക് പോയി. ഇഖ്തറബത്തിൽ മുഅല്ലിമു മിന തൽമീദ, ടീച്ചർ കുട്ടി വിദ്യാർത്ഥിന്റെ അടുത്തേക്ക് പോയി. അങ്ങനെ പറയാം അല്ലേ. അടുത്തത് ഹസല അലയാണ്. എന്താ ഹസല അല? നേടി എന്നാണ്. അപ്പൊ എന്താണോ നേടിയത് അതിൻ്റെ മുമ്പിൽ അല വെക്കണം. ഹസല ബസ്സാം, ബസ്സാമിന് കിട്ടി അല്ലെങ്കിൽ നേടി. അല തദ്കിറ ടിക്കറ്റ്, അപ്പൊ ടിക്കറ്റാണ് നേടിയത്, അപ്പൊ അതിൻ്റെ മുമ്പിൽ അല വെക്കണം. അതിൻ്റെ മോനസ് ഹസലത്ത് ബാസിമ അല തദ്കിറ. ഇതുപോലെ വേറെയും പറയാം. ഹസല മുഹമ്മദുൻ അലൽ ജായിസ, മുഹമ്മദിന് സമ്മാനം കിട്ടി. ഹസല ഫായിസ് അലൽ കിതാബ്, ഫായിസിന് ബുക്ക് കിട്ടി. അത് തന്നെ ഇവിടെ ഹസലത്ത് വെച്ച് എഴുതുക അല്ലേ. ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ നോക്കൂ. ഹസല ത്വാലിബു അലൽ ജായിസ, ഞാൻ സമ്മാനം കിട്ടി. ഹസലൽ ആമിലു അലൽ റാത്തിബ്, എന്താണ്? ആമിൽ ജോലിക്കാരന് കൂലി കിട്ടി. ഹസലത്തി ത്വാലിബത്തു അല ദറജത്തിൻ മുംതാസ, ഉയർന്ന റാങ്ക് കിട്ടി വിദ്യാർത്ഥിക്ക്. ഹസലത്തിൽ ബിന്തു അല ഹദിയ, ബിന്തിന് സമ്മാനം കിട്ടി എന്നൊക്കെ എഴുതാം. അടുത്തതോ ഷഅറബി, അനുഭവപ്പെട്ടു. എന്താണോ അനുഭവപ്പെട്ടു അതിൻ്റെ മുമ്പിൽ ബി വെക്കണം. ഉദാഹരണം പറഞ്ഞാൽ ഷഅറ ബസ്സാം, ബസ്സാമിന് അനുഭവപ്പെട്ടു ബി ഫറഹിൻ വ സുറൂർ, സന്തോഷവും ആനന്ദവും. അനുഭവപ്പെട്ടത് എന്താ? സന്തോഷം. അപ്പം അതിൻ്റെ കൂടെ ബി വെക്കണം. അതുപോലെ തന്നെയാണ് ഷഅറത്തിൽ മരീദ, രോഗിക്ക് തോന്നി ബി ഷിഫ, ഭേദമായെന്ന് തോന്നി അല്ലേ. അപ്പൊ തോന്നിയ കാര്യം ഭേദമാകലാണ്, അതിൻ്റെ മുമ്പിൽ ബി വെച്ചു. ഇതേപോലെ എങ്ങനെ പറയാം? ഷഅറ മുഹമ്മദുൻ ബി അലമിൻ, മുഹമ്മദിന് വേദന തോന്നി അല്ലേ. ഷഅറത്ത് ഫാത്തിമ ബിൽ അലം, ഫാത്തിമയ്ക്കും വേദന തോന്നി. അങ്ങനെ വയ്ക്കാം. ഉദാഹരണം നോക്കൂ. ഷഅറൽ വലതു ബിൽ ബർത്ത്, കുട്ടിക്ക് തണുപ്പ് തോന്നി. ഷഅറത്ത് ത്വാലിബ് ബിൻ നജാഹ്, വിദ്യാർത്ഥിക്ക് വിജയിച്ചെന്ന് തോന്നി. ഷഅറത്തിൽ ഉമ്മു ബി തഅബ്, ഉമ്മാക്ക് ക്ഷീണം തോന്നി. ഷഅറത്തിൽ ബിന്തു ബിൽ ജൂ, കുട്ടിക്ക് വിശപ്പ് തോന്നി, പെൺകുട്ടിക്ക്. അപ്പൊ ഷാറയും ഷാറത്തും ഇതുപോലെ സെന്റൻസുകൾ പരീക്ഷയ്ക്ക് ഉണ്ടാവും. മക്കൾ നന്നായി പഠിക്കുക. ഓക്കെ. അപ്പൊ ഇത്രയാണ് ഈ പാഠഭാഗത്തിൽ സൂചിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ബാക്കി നമുക്ക് പറയാം. ഓക്കെ. നിങ്ങളുടെ കൂട്ടുകാർക്ക് സുഹൃത്തുക്കൾക്ക് ഒക്കെ അയച്ചു കൊടുക്കുക ക്ലാസ് ഗ്രൂപ്പിലേക്ക്. ഓക്കെ. നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.